KPCCയുടെ പ്രസിഡന്റ് ആരാകുമെന്ന് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ശരിക്കും നമ്മൾ വിട്ടുപോയതോ അല്ലെങ്കിൽ നമ്മൾ അത്ര ശ്രദ്ധിക്കാത്തതുമായിട്ടുള്ളൊരു വളരെ പ്രധാനപ്പെട്ട പേരാണ്. പക്ഷെ ആ പേരിനാണ് ഇപ്പോൾ വലിയ മുൻതൂക്കം കിട്ടിയിരിക്കുന്നത്. ജോസഫ് വാഴക്കൻ്റെ പേരാണ്. അദ്ദേഹം വളരെ മിതവാദിയാണ്. ചാനൽ ചർച്ചയിലൊക്കെ വരുമ്പോൾ വളരെ കൃത്യമായി സംസാരിക്കുന്ന മിതവാദിയൊക്കെ ആയിട്ടുള്ള ഒരാളാണ്. രമേശ് ചെന്നിത്തലയുടെ വിഭാഗക്കാരനാണ് എന്നാണ് പറയുന്നത്. പക്ഷേ അതിനകത്ത് കോൺഗ്രസിൽ ഇപ്പം അങ്ങനെ ഇല്ലല്ലോ. എന്നാലും രമേശ് ചെന്നിത്തലയെ ഒരു നേതാവായി അംഗീകരിച്ചുകൊണ്ട് നിൽക്കുന്ന, രമേശ് ചെന്നിത്തല ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ള ഒരു നേതാവാണ് ജോസഫ് വാഴക്കൻ. ജോസഫ് വാഴക്കൻ KPCCയുടെ പ്രസിഡന്റ് ആകും എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റായി വരുന്ന ന്യൂസ്. അപ്പോൾ തന്നെ വേറെ 6 പേര് അതിനകത്ത് ഉണ്ട്. ഒന്ന് കൊടിക്കുന്നിൽ സുരേഷ്, അദ്ദേഹം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് വരുന്നു. അതുകൊണ്ട് തന്നെ സംവരണ വിഭാഗത്തിൽപ്പെട്ട ഒരാളിന് ഇപ്രാവശ്യം കൊടുക്കണം എന്ന് ശക്തമായി അദ്ദേഹം ഒരു ഡിമാൻഡ് വെച്ചിട്ടുണ്ട്. അദ്ദേഹം അത് ശിവഗിരി മഠാധിപതിയെ കാണാൻ പോയപ്പോഴും ഒരു അവസരത്തിൽ ഇത് സൂചിപ്പിച്ചു. മഠാധിപതി സച്ചിദാനന്ദ സ്വാമിയും ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു, പരസ്യമായി ആവശ്യപ്പെട്ടിരുന്നു കൊടിക്കുന്നിൽ സുരേഷിന് കൊടുക്കണമെന്ന്. അങ്ങനെ ജാതിപരമായ ഒരു ലൈനിൽ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്ത അപ്പുറത്ത് വന്നു. എന്തായാലും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് വളരെ വലിയ നേതാവായി ഉയർന്നു വന്ന ആളാണ് കൊടിക്കുന്നിൽ സുരേഷ്. അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു, നിരവധി തവണ MP ആണ്, ഇപ്പോഴും MP ആണ് മാവേലിക്കരയുടെ പുത്രനാണ്, സ്വന്തം പുത്രനാണ്. അപ്പോൾ വലിയ ജനകീയനാണ്, വളരെ സീനിയറാണ് കോൺഗ്രസിനകത്ത്. ഇപ്പോൾ അദ്ദേഹത്തിനാകുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. മൂന്നാമത് കിടക്കുന്ന പേര്, മൂന്നാമതല്ല, അത് പേര് പലപ്പോഴും ഒന്നാമത് വന്നതാണ്. ബെന്നി ബെഹനാൻ MP പേര് കിടപ്പുണ്ട്. ബെന്നി ബെഹനാൻ പിന്നെ ചാലക്കുടിയിൽ നിന്നുള്ള MP ആണ്. ബെന്നി ബെഹനാൻ വരുമോ എന്നൊരു ചോദ്യമുണ്ട്. അതുപോലെ തന്നെ ആന്റോ ആന്റണി പത്തനംതിട്ടയിൽ നിന്നുള്ള ആളാണ്, MP ആണ്. ആന്റോ ആന്റണി വരും എന്നൊരു പേര് കേൾക്കുന്നു. അതുപോലെ തന്നെ KC ജോസഫ് വളരെ സീനിയറാണ്. ഇരിക്കൂറിൽ നിരന്തരം ജയിക്കുകയും 8 or 10 പ്രാവശ്യം ഇരിക്കൂറിൽ ജയിക്കുകയും പിന്നെ കോട്ടയത്ത് വന്ന് കോട്ടയം ജില്ലാ പ്രസിഡന്റായിട്ടൊക്കെ DCC പ്രസിഡന്റായിട്ടൊക്കെ ഇരിക്കുകയും വലിയ നേതാവാണ്. പിന്നെ ഉമ്മൻചാണ്ടിയുടെ റൈറ്റ് ഹാൻഡ് എന്ന് പറഞ്ഞാലും പോരാ, ലെഫ്റ്റ് ഹാൻഡ് എന്ന് പറഞ്ഞാലും പോരാ, എല്ലാ ഹാൻഡുമാണ്. അപ്പോൾ റൈറ്റും ലെഫ്റ്റും എല്ലാം ആയിട്ട് നിന്ന KC ജോസഫിന്റെ സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അപ്പോൾ KC ജോസഫ്, ആന്റോ ആന്റണി, ബെന്നി ബെഹനാൻ, കൊടിക്കുന്നിൽ സുരേഷ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജോസഫ് വാഴക്കൻ, പിന്നെയുമുണ്ട് പുതിയൊരു പേര് മാത്യു കുഴൽനാടൻ്റെ പേരും കുറച്ച് ചെറുപ്പക്കാർക്ക് കൊടുക്കണം, കുറച്ചുകൂടി ചെറുപ്പത്തിന് കൊടുക്കണം എന്ന് പറഞ്ഞ് മാത്യു കുഴൽനാടൻ്റെ പേരുമുണ്ട്. ഇപ്പോൾ സണ്ണി ജോസഫ് ഇരുന്നു എന്നുള്ള സാഹചര്യത്തിൽ ഒരു ന്യൂനപക്ഷ സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ ന്യൂനപക്ഷ മതത്തിൽ നിന്ന് കൊടുക്കണം എന്ന്, അല്ലെങ്കിൽ ക്രിസ്ത്യ മതത്തിൽ തന്നെ വേണമെന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി വേണം എന്ന് വരികയാണെങ്കിൽ മാത്യു കുഴൽനാടനോ ബെന്നി ബെഹനാനോ ആന്റോ ആന്റണിയോ ജോസഫ് വാഴക്കനോ വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ KC ജോസഫ്, 5 പേരും അതിനകത്താണ്. അപ്പോൾ 5 പേർ വരാൻ സാധ്യതയുണ്ട്. അല്ല, പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് വന്നിട്ടുള്ള ആളാണെങ്കിലും വലിയ നേതാവായിട്ടുള്ള ആളെന്നുള്ളതിൽ കൊടിക്കുന്നിൽ സുരേഷിന് കൊടുക്കണം. കാര്യം AK ആന്റണിക്കൊക്കെ വലിയ താല്പര്യമുള്ള നേതാവാണ്. AK ആന്റണിയാണ് ശരിക്കും കൊടിക്കുന്നിൽ സുരേഷിനെ വളർത്തിക്കൊണ്ട് വരുന്നതും. അപ്പോൾ അതുകൊണ്ട് കൊടിക്കുന്നിൽ സുരേഷിന് സാധ്യതയുണ്ടോ? 6 പേരാണ് ഇപ്പോൾ മത്സരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ കൊടിക്കുന്നിൽ സുരേഷ്, മാത്യു കുഴൽനാടൻ, KC ജോസഫ്, പിന്നെ ജോസഫ് വാഴക്കൻ, ബെന്നി ബെഹനാൻ, ആന്റോ ആന്റണി, 6 പേരാണ് KPCCയുടെ. അതിപ്പോൾ ഇന്നലെ VD സതീശൻ ഡൽഹിയിൽ പോയിരുന്നു. അപ്പോൾ KPCC പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതായത് ഭരണത്തെ അടപടലം വിമർശിക്കുന്ന ഒരു KPCC പ്രസിഡന്റ് വന്നാൽ കുഴപ്പമാണ്. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഒരു ഭരണം മുമ്പോട്ട് പോകുമ്പോൾ അതിൽ കുറേ പ്രശ്നങ്ങൾ വരും. നേരത്തെ ഉമ്മൻചാണ്ടിയുടെ മദ്യനയവുമായി ബന്ധപ്പെടുത്തി VM സുധീരൻ കുറച്ച് ബഹളം ഉണ്ടാക്കിയായിരുന്നു. പക്ഷെ അങ്ങനെ വന്നു പോയാൽ പ്രശ്നമാണ്. അപ്പോൾ KPCCയുടെ പ്രസിഡന്റ് എപ്പോഴും കയറി തിരിഞ്ഞു നിന്ന് പോയാൽ പാർട്ടിക്കാർക്ക് കൺഫ്യൂഷൻ വരും, MLA-മാർക്ക് കൺഫ്യൂഷൻ വരും, പിന്നെ ഗവൺമെന്റിനോടൊരു താല്പര്യക്കുറവ് വരും, അങ്ങനെ വരും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനുള്ള ഒരു ശ്രമം കൂടി നോക്കുന്നുണ്ട് KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക്. അതുകൊണ്ട് തന്നെ VD സതീശന്റെ വാക്കുകൾക്ക് വലിയ വില കാണും. അപ്പോൾ VD സതീശനും കൂടി ചേർന്നിട്ടുള്ള ഒരാളായിരിക്കും വരുന്നത്. പക്ക ഗ്രൂപ്പുകാർ വരാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ KC വേണുഗോപാലിന് ഇതിനകത്ത് വലിയൊരു സേ ഉണ്ട്. അപ്പോൾ KC വേണുഗോപാലിന്റെ ഒരു സേ വരും, VD സതീശന്റെ ഇതിനോടുള്ള ഒത്തുപോകുന്നൊരു താല്പര്യം വരും, പിന്നെ രമേശ് ചെന്നിത്തലയും വിശ്വാസത്തിലെടുക്കും. അങ്ങനെ 3 പേർക്കും ത്രിമൂർത്തികളെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പേരായിരിക്കും തീർച്ചയായിട്ടും വരാൻ സാധ്യതയുള്ളത്. അങ്ങനെ ഒരു പേര് വന്നാൽ ആണ് അത് വലിയ സാധ്യത വരുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ജോസഫ് വാഴക്കനും വലിയ സാധ്യതയുണ്ട്. നല്ല നേതാവാണ് അദ്ദേഹം. KPCC പ്രസിഡന്റൊക്കെ ആയാൽ വളരെ നല്ല നേതാവാണ്. ബാക്കിയുള്ള മോശമെന്നല്ല. സണ്ണി വക്കീലൊക്കെ വളരെ മനോഹരമായിട്ടാണ് അവിടെ ഇരുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി KPCCയുടെ പ്രസിഡന്റ് ആര് എന്നുള്ളൊരു ചോദ്യം വളരെ കൃത്യമായി വരുന്നു. ആ വരുന്നതിനെ നമുക്ക് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. KPCCയുടെ പ്രസിഡന്റ് ആര് എന്നുള്ള ചോദ്യത്തിന് വരും ദിവസങ്ങളിൽ ഉത്തരം കിട്ടും. അതുപോലെ തന്നെ DCC പ്രസിഡന്റുമാരെയും മാറും, സ്വാഭാവികമായിട്ട് മാറും. ഇപ്പോൾ തിരുവനന്തപുരം N ശക്തൻ, പാലോട് രവി DCC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഒരു പർട്ടിക്കുലർ വിഷയത്തിൽ തേമ്പാമൂട് പുല്ലമ്പാറ പഞ്ചായത്തിലെ ഒരു പ്രവർത്തകന് കൊടുത്ത വാട്സപ്പ് വോയിസ് അത് പുറത്തുപോയി ലീക്കായി
കുറെ കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്തപ്പോഴാണ് അതിന്റെ പാർട്ട് മാത്രം മുഴുവൻ അദ്ദേഹം പറഞ്ഞതെടുക്കാതെ പാർട്ട് മാത്രം കട്ട് ചെയ്തെടുത്ത് അദ്ദേഹത്തിനെതിരെ അദ്ദേഹം BJP ലൈനിൽ സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ പിന്നെ സോഷ്യൽ തള്ളൊക്കെ ഉണ്ടായാണ് പുള്ളി രാജിവെച്ചത്. ആ സീറ്റിലേക്കാണ് എൻ ശക്തൻ വന്നത്. അപ്പോൾ എൻ ശക്തൻ ഇപ്പോൾ MLA ആയി. സ്വാഭാവികമായിട്ട് അത് ഇൻചാർജാണ് എൻ ശക്തൻ മാറാൻ സാധ്യതയുണ്ട്. മറ്റ് ജില്ലകളിലും KPCC പ്രസിഡന്റ് വരുന്നതിന് അനുഗുണമായി മറ്റ് 6-7 ജില്ലകളിലും DCC പ്രസിഡന്റുമാർ മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ സമ്പൂർണമായ ഒരു പുനഃസംഘടനയിലേക്ക് KPCCയും DCCയും പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ ഒരുപക്ഷെ ജോസഫ് വാഴയ്ക്കന് സംസ്ഥാന തലത്തിൽ കിട്ടിയാൽ പിന്നെ ജില്ലാ തലങ്ങളിൽ വരുമ്പോൾ മറ്റൊരു ബാലൻസിങ് ആയിരിക്കും നോക്കുന്നത്. അപ്പം സംസ്ഥാന തലത്തിൽ ആരാണോ വരുന്നത് അവിടെ ബാലൻസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അത് ജില്ലാ തലത്തിൽ ബാലൻസ് ചെയ്യും. അങ്ങനെ ഒരു ബാലൻസിങ്ങിലൂടെ കാര്യം ഈഴവ സമുദായം, നായർ സമുദായം, പിന്നെ അത് കഴിഞ്ഞ് അത് രണ്ടാണ് പ്രധാനപ്പെട്ട ഹിന്ദുക്കളുടെ സമുദായത്തിൽ വരുന്ന ബാർഗെയിനിങ് പോലെ നിൽക്കുന്ന 2 സമുദായക്കാർ. അവരാണ് ബഹളവും ഉണ്ടാക്കുന്നത്. അവർ 2 സമുദായക്കാർ. പിന്നെ ക്രിസ്ത്യൻ സമുദായത്തിലുള്ള വിവിധ വിഭാഗങ്ങൾ, ലത്തീൻ വിഭാഗം, മലങ്കര, ഓർത്തഡോക്സ്, അങ്ങനെ ചില വിഭാഗങ്ങൾ. പിന്നെ അത് കഴിഞ്ഞാൽ മുസ്ലിം വിഭാഗം. ഇത്രയും പേരിൽ നിന്നുള്ള ഒരു പിന്നെ ബാലൻസിങ് വരുമ്പോൾ എക്സ്പീരിയൻസ്, പിന്നെ ഗ്രൂപ്പ്, സമവാക്യം എല്ലാം നോക്കണം. ഇതെല്ലാം നോക്കിക്കൊണ്ടുള്ള ഒരു സംവിധാനമായിരിക്കും വരുന്നുവെന്ന് നമ്മൾ അറിയുന്നു. തീർച്ചയായിട്ടും KPCCയുടെ പുതിയ പ്രസിഡന്റിൽ ഇന്നത്തെ സ്ഥാനത്ത്, ഇന്നത്തെ ചിന്തയിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന പേര് ജോസഫ് വാഴയ്ക്കൻ്റെതാണ്. അദ്ദേഹം മത്സരിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ വലിയ ഒരു ഹൈപ്പുണ്ടായ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ അദ്ദേഹം ജയിക്കും. ഹൈപ്പോടെ ഉണ്ടായ സാഹചര്യത്തിൽ അദ്ദേഹം ജയിക്കും. തീർച്ചയായിട്ടും മന്ത്രിയൊക്കെയായി പരിഗണിക്കാവുന്ന, ഒരുപക്ഷെ റോജി M. ജോണിന് പകരം ജോസഫ് വാഴയ്ക്കൻ മന്ത്രിയാകുമായിരുന്നു. ആ ഒരു പരിഗണനയൊക്കെ വരുമായിരുന്നു. എന്തായാലും ജോസഫ് വാഴയ്ക്കൻ മൂവാറ്റുപുഴയാണ് സാധ്യത. മന്ത്രി കുടൽനാടിലൊക്കെ മത്സരിച്ചതാണ് ജോസഫ് വാഴയ്ക്കന് സീറ്റ് കിട്ടാതെ പോയത്. എന്തായാലും കൃത്യമായി ജോസഫ് വാഴയ്ക്കനായിരിക്കും KPCC പ്രസിഡന്റ് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഒരു മിതവാദിയായിട്ടുള്ള വളരെ ഒരു ജെന്റിൽമാൻ ആയിരിക്കും KPCCയുടെ പുതിയ പ്രസിഡന്റ്.